ഹായ് ഫ്രണ്ട്സ്, ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിലൊരു പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഗുച്ചി ഗിൽറ്റി എലക്സിർ എന്നൊരു പെർഫ്യൂമാണത്. ഈ പെർഫ്യൂമിനെ പറ്റി അധികം ആരും മലയാളത്തിൽ വീഡിയോ ചെയ്ത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. ഇത് 2023 ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഗുച്ചി ഗിൽറ്റിയുടെ തന്നെ പുതിയൊരു ഫ്ലാങ്കറായിട്ട് ഇറങ്ങിയ പെർഫ്യൂമാണ്, എലക്സിർ പെർഫ്യൂമാണ്. ഇതിൻ്റെ മെയിൻ നോട്ട് ആയിട്ട് വരുന്നത് വാം സ്പൈസി, സിട്രസ്, അംബർ, ഐറസ്, വൈറ്റ് ഫ്ലോറൽ, വാനില, ഇതൊക്കെയാണ് നോട്ട് വരുന്നത്. ബട്ട് പെർഫ്യൂം എനിക്ക് ആദ്യ അവസാനം വരെ കിട്ടുന്ന ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JPG അൾട്രാ മെയിലിൻ്റെ പെർഫ്യൂം. അതിനാണ് ആദ്യ അവസാനം വരെ ഇതിൻ്റെ DNA സെയിം ആയിട്ട് തോന്നുന്നത്. യൂട്യൂബിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ഒന്നും മലയാളത്തിൽ ഇതിനെ പറ്റിയിട്ട് അധികം ആരും ചെയ്തിട്ടില്ല. ബട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവാണ് പെർഫ്യൂം. 60 ml വരുന്നുള്ളൂ. മറ്റുള്ള പെർഫ്യൂമാർ അധികം അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 സ്പ്രേ അടിച്ചാൽ തന്നെ നന്നായിട്ട് ലോഞ്ചിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. കോംപ്ലിമെൻ്റ് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏത് പെർഫ്യൂമിന്. പിന്നെ ഒരു പൗഡറി സ്മെല്ലായിട്ടാണ് ആദ്യ അവസാനം വരെ കിട്ടുന്നത്. ഇതിൽ വാനില ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ വാനില പെർഫ്യൂം എനിക്ക് അധികം ഇഷ്ടപ്പെടാറില്ല. ബട്ട് ഇതിൽ നന്നായിട്ട് വാനില ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. വാനില നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, ഇതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ലോങ് ലാസ്റ്റിംഗ് ആണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഷർട്ടിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ എന്തായാലും 2 മണിക്കൂർ എന്തായാലും കിട്ടും. അതിനുശേഷം നമ്മൾ ക്ലോസ് റേഞ്ചിൽ വരുമ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് അത് ആ ഫീല് കിട്ടും, പെർഫ്യൂമിൻ്റെ സ്മെല്ല് കിട്ടും. എന്തായാലും ചോദിക്കും ഏത് പെർഫ്യൂം അടിച്ചിട്ടില്ലെന്നുള്ളത്. ഇതൊക്കെയാണ് ഈ പെർഫ്യൂമിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർഫ്യൂമിനെ പറ്റി അധികമൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവർ ഇതിന് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മൾക്കും അറിയാൻ പറ്റും, വീഡിയോ കാണുന്നവർക്കും അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യണത് യൂട്യൂബിൽ, അപ്പോൾ അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.